പി നന്ദകുമാർ, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഈ പൊട്ടക്കിണറ്റിൽ വീണ തവളയെപ്പോലെ ഇതാണ് ലോകം എന്ന് കരുതി നടക്കുന്ന കുറേ പേർ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം അവരുടെ മനസ്സ് അത്ര സങ്കുചിതമാണ്. അതുകൊണ്ട് അവർ ഉപദേശിക്കാൻ ഞങ്ങളാരും നിൽക്കുന്നില്ല. ട്രഷറി പൂട്ടിയവരാണ് നിയന്ത്രണത്തെ പറ്റി പറയുന്നത്. സാർ, എന്താണ് ഇന്നത്തെ ലോക മുതലാളിത്ത വ്യവസ്ഥ? ഇന്ന് മുതലാളിത്ത വ്യവസ്ഥയുടെ സ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിസ്റ്റും പ്രധാനപ്പെട്ട പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷത്തെ സെപ്റ്റംബർ 22 എക്കണോമിക് ടൈംസിലെ ഒരു ലേഖനം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിൽ US-ൻ്റെ ട്രഷറി പൂട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുതലാളിത്തത്തിൽ അപ്പോസ്തലനായ അമേരിക്കയുടെ ട്രഷറി പൂട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാതെ ഇവിടെ മാത്രം നോക്കുകയാണ്. ശ്രീ കുഴൽനാടനടക്കം കൊട്ടിക്കൊഴിച്ച നവലിബറൽ നയം അസ്തമിച്ചു എന്ന് ട്രംപ് പോലും പറഞ്ഞിരിക്കുകയാണ്. സർ, ലോകരാഷ്ട്രങ്ങൾ ഭൂരിപക്ഷം കടക്കണിയിലാണ്. അത്തരമൊരവസ്ഥയിൽ കേരളത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമാണോ? ഇന്ത്യ, കേരളം, മറ്റു സംസ്ഥാനങ്ങളൊക്കെ നോക്കണം. എല്ലാം ഇവിടെ നമുക്ക് പരിശോധിക്കാം. സർ, എന്താണ് ഇന്ത്യയിലെ അവസ്ഥ? അടുത്തിടെ ബീഹാറിൽ ജാതി സർവേ നടന്ന സംസ്ഥാനമാണ് ബീഹാർ. ജനസംഖ്യയിൽ 34.1% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്നാണ് റിപ്പോർട്ട്. അതാണ് ഇന്ത്യ. സർ, കേരളം എങ്ങനെയാണോ? നവലിബറൽ നയത്തിൻ്റെ വക്താക്കളാണല്ലോ നിങ്ങളൊക്കെ. ഈ നവംബർ മാസം 1-ാം തീയതി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ്. സർ, അതാണ് കേരളം. ഇന്ത്യയിലെ 64% കുടുംബങ്ങൾക്കും 10,000 രൂപ പോലും മാസവരുമാനമില്ല. അത് മോദി സർക്കാരിൻ്റെ ഭരണം പറയുന്നത് 5 ട്രില്യൺ GDP-യിലേക്ക് മാറുമെന്നാണ്. എനിക്കും എൻ്റെ ഏമാനും എന്ന കണക്കാണത്. ആഗോള വിശപ്പ് സൂചികയിൽ 120-111 സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. എല്ലാ മേഖലയ്ക്കകത്തും തകർന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുത്തക മുതലാളിമാർക്ക് എല്ലാ ഉത്തേജനം നൽകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഇതൊക്കെ നടക്കുള്ളൂ. ഈ നയത്തിന് തികച്ചും വ്യത്യസ്തമാണ് സർ കേരളം. ഈ നയത്തിനെതിരായിക്കൊണ്ടുള്ള പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുമ്പോൾ അതിന് മാറിയുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. അത് മറക്കണ്ട സർ. സർ, ഈ നയത്തിൻ്റെ ബദലാണ് കേരളം. അതാണ് കേരള മാതൃക. സർ, വസ്ത്രം, ചെരുപ്പ്, കൺസ്യൂമർ ഉൽപ്പന്നം എല്ലാത്തിൻ്റെയും ഉപഭോഗം കുറഞ്ഞു വരുന്നതിൻ്റെ കണക്കാണ് ബ്ലൂം ബെഞ്ചേഴ്സ് പുറത്തുവിട്ടത്. ആ പഠന റിപ്പോർട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളമോ നമ്മുടെ ഓണ വിപണി കണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾ ഞെട്ടിയിരിക്കുകയാണ്. സർ, 20,000 കോടി രൂപയാണ് ഈ സംസ്ഥാനം ഈ വിപണിക്ക് വേണ്ടി പമ്പ് ചെയ്ത്. അതിൻ്റെ ഫലമായിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ ഞെട്ടുന്ന രൂപത്തിലേക്കുള്ള വിപണി നടന്നു എന്ന് ഞങ്ങൾ ആരുമല്ല പറഞ്ഞത്, ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് പറഞ്ഞത്. സർ, അതാണ് കേരളത്തിൻ്റെ ഈ സമ്പദ്ഘടനയുടെ നേട്ടം. സർ, പരമാവധി സ്വന്തം കാലിൽ നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ സംസ്ഥാനം വന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില കണക്കുകളൊക്കെ ഉദ്ധരിച്ചല്ലോ സർ. നമ്മളെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇനി അയാളുടെ കണക്കും തെറ്റാണെന്ന് പറയുന്നത് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ കണക്കും തെറ്റാണെന്ന് പറയുന്നത് എനിക്കറിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അവിടെ വന്ന കണക്ക് പ്രകാരം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് പ്രകാരം, ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന് 30%-ലധികം പൊതുകടമുള്ള 8 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ കേരളമില്ല. 25%-ലധികം പൊതുകടമുള്ള 14 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ കേരളമില്ല. കേരളത്തിൻ്റെ 21.7%. അതിനെക്കാട്ടും കൂടുതലാണ് മറ്റു പല സംസ്ഥാനങ്ങളും. ഇത് മറക്കണ്ട. ഇത് വന്നത് ഈ സംസ്ഥാനത്തിനകത്ത് പരമാവധി നികുതി വിരിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് അത് പ്രധാനമായിട്ടും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്കകത്തും ഒക്കെ ചെലവഴിച്ചതിൻ്റെ ഫലമായി വരുമാനമുണ്ടാക്കിയ അടിസ്ഥാനത്തിലാണെന്ന് മറക്കണ്ട. സർ, വേറെ ചില കണക്കും കൂടി നമുക്ക് നോക്കാം. UDF-ൻ്റെ ഭരണം 2011-2016 മൂലധന ചെലവ് 29,689 കോടി രൂപ. ഒന്നാം പിണറായി സർക്കാർ 56,432 കോടി രൂപ. രണ്ടാം പിണറായി സർക്കാർ 76,286 കോടി രൂപ. സർ, ആകെ ചെലവ് 3,40,144 കോടി രൂപ. ഒന്നാം പിണറായി സർക്കാർ 5,85,959 കോടി രൂപ. ഇപ്പോൾ ഇതുവരെ 7,32,580 കോടി രൂപ. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന കണക്ക് ഞാൻ പറയുന്നില്ല, മറ്റു സുഹൃത്തുക്കളെ സംസാരിക്കും ഇവിടെ. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളുടെ തനത് നികുതി വരുമാനം അതിനെപ്പറ്റി സൂചിപ്പിച്ചല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എത്രയാ? 1,62,18. ഇപ്പോഴോ? കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2,37,264. ഇപ്പോൾ ഇതുവരെ 3,13,520. ഇത് സ്വർണ്ണമടക്കമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നികുതി വിരിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിന് നികുതി വരുമാനം ഉണ്ടാക്കിയത്.
സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം ഓരോ വർഷവും നോക്കാം സർ. 28,074 രൂപയാണ് UDFന്റെ കാലത്ത്. ഒന്നാം പിണറായി സർക്കാർ 52,275 കോടി രൂപ. മൂന്നാം ഈ സർക്കാരിൻ്റെ കാലത്ത് 63,976 രൂപ. സർ, സബ്സിഡി മറ്റും ഞാൻ ഡീറ്റെയിൽസ് കിടക്കുന്നില്ല. കൺട്രോൾ ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാവുന്നതാണ്. ഇവിടെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്കുള്ളത്. സർ, പ്രധാനപ്പെട്ട സ്വന്തം കാര്യം നിന്നുകൊണ്ടാണ് ഈ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ തന്നെ ഒരു ക്ഷേമ പദ്ധതികളും ഞങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കണക്ക് നമുക്ക് സമയക്കുറവുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കകത്ത് ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തിനകത്തുള്ള ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്ക് നമുക്ക് അറിയാമല്ലോ. സാധാരണക്കാർ കൊടുക്കേണ്ട, ഏറ്റവും പാവപ്പെട്ടവർ കൊടുക്കുന്ന ക്ഷേമ പദ്ധതിയാണ് അവരുടെ പെൻഷൻ. നായനാർ സർക്കാർ 980 തുടങ്ങി 45 രൂപ. തുടർന്ന് വന്ന കരുണാകരൻ 45 രൂപ തന്നെ. EK നായനാർ വീണ്ടും 60 രൂപയാക്കി. ആന്റണി ആ 60 തുടർന്നു. EK നായനാർ 120 ആക്കി. ആന്റണി അതേ 120 തുടർന്നു. ഉമ്മൻചാണ്ടി 18 മാസത്തെ കുടിശ്ശികയാക്കി കൊണ്ടുപോയി. VS 500 രൂപ. തുടർന്ന് അതിനുശേഷം വീണ്ടും 600 രൂപ തുടർന്നു. പിണറായി സർക്കാർ 1,600 രൂപ. ആ 1,600 വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം സർ. അത് നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതാണ് കേരളം സർ. നിങ്ങളുടെ സംസ്ഥാനത്തിലോ 1 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഈ സംസ്ഥാനത്തിനകത്ത് 1 രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തിൻ്റെ വരുമാന കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇവിടെ സംസാരിച്ചു ശ്രീമാൻ കുഴൽമാടൻ, എൻ്റെ സുഹൃത്ത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നയത്തെപ്പറ്റി ഒരു അക്ഷരം വേണ്ടിയോ? GSTയുടെ വരുമാനം എത്ര വെട്ടിക്കുറച്ചു? നിങ്ങളെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പറഞ്ഞില്ലേ 80,000 കോടി രൂപ നഷ്ടം ഞങ്ങളുടെ സംസ്ഥാനത്തിനകത്തുണ്ട്. ഈ സംസ്ഥാനത്തിനകത്ത് 8,111 കോടി രൂപ നഷ്ടമുണ്ട്. ഒരക്ഷരം സംസാരിച്ചു. നിങ്ങൾ 8 സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാർ എതിർത്തു. ഇവിടുത്തെ UDFകാർ ഈ സംസ്ഥാനത്തിലെ ഗവൺമെന്റിനെ ആണ് കുറ്റപ്പെടുത്തുന്നത്. മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന സമീപനമാണ് നിങ്ങൾക്കുള്ളത്. സർ, കേന്ദ്ര വരുമാനത്തിൻ്റെ 20% GST. എന്നാൽ സംസ്ഥാന വരുമാനത്തിൻ്റെ 70%. 8 സംസ്ഥാന മുഖ്യമന്ത്രിമാർ അതാണ് ചൂണ്ടിക്കാണിച്ചത്. സർ, പണ്ടൊരു ചൊല്ലുണ്ട്, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന്. അതാണ് ഇവിടുത്തെ UDFന്റെ സമീപനം. സർ, കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താ സർ? അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ സർ. ഈ നിങ്ങളുടെ സംസ്ഥാനമാണല്ലോ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ സ്ഥിതി എന്താ? അവിടെ ആന്ധ്രാപ്രദേശിലെ ജീവനക്കാരുടെ ശമ്പളം കൊടുത്തില്ല. അവർക്ക് ജീവനക്കാർക്ക് ആനുകൂല്യം കൊടുത്തില്ല. ടെലഗ്രാഫ് പത്രം എഴുതി അവിടുത്തെ ക്ലാസ് 4 ജീവനക്കാരും മരമുറിക്ക് പോവുകയാണെന്ന്. അത്തരം ഒരു ഘട്ടത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി അസംബ്ലിക്കകത്ത് നടത്തിയ പ്രസ്താവന ഞാൻ വായിക്കാം സർ. എക്സ്പ്രസിംഗ് ഡീപ് കൺസേൺ ഓവർ ദ സ്റ്റേറ്റ് ഗ്രീം ഫിനാൻഷ്യൽ കണ്ടീഷൻ. ഹിമാചൽ പ്രദേശിലെ expressing deep concern over the state grim financial condition, Himachal Pradesh Chief Minister Sukhbir Singh Sukha Thursday announced that he and his ministers, chief ministers, parliamentary secretaries, chairpersons and vice chairpersons and board members would defer drawing their salaries and allowances for 2 months. അവരെ ജീവനക്കാർക്ക് ഹിമാചൽ പ്രദേശിൽ ശമ്പളം കൊടുക്കാതിരുന്ന ഒരു അവസരത്തിൽ പണിമുടക്കും പ്രക്ഷോഭം വന്നപ്പോ ഒരു ഗത്യന്തരമില്ലാതെ അവിടുത്തെ മുഖ്യമന്ത്രി അസംബ്ലിക്കകത്ത് പറഞ്ഞാണ് ഞങ്ങളുടെ ശമ്പളം പോലും ഞങ്ങൾ കുറച്ചു കാലത്തേക്ക് വാങ്ങുന്നില്ല എന്ന്. ദയവ് വിചാരിച്ച പാവങ്ങൾക്ക് കർണാടകത്ത് കുറച്ച് ഫണ്ട് അനുവദിക്കണമെന്ന്